തിരുവനന്തപുരത്ത് വർക്കലയിലുണ്ടായ ഒരു ക്രൂരതയാണ്. തെരുവ് നായ്ക്കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ ടാറിൽ മുക്കി ഇവയുടെ കൈകളും ഒക്കെ കെട്ടിയിട്ട് ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട റഷ്യക്കാരായ പോളിനെ, അവരും പീപ്പിൾസ് ഫോർ ആനിമൽസ് എന്ന സംഘടനയുമുണ്ട്, അവരൊക്കെ ചേർന്നാണ് ഈ നായ്ക്കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. നാട്ടുകാർക്കൊക്കെ ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. പോലീസിൽ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്, ആരാണ് ഈ കൊടും ക്രൂരത ചെയ്തത് എന്നറിയാൻ. ഇതിനെക്കുറിച്ച് നമ്മളോട് സ്റ്റെഫിൻ സംസാരിക്കും. സ്റ്റെഫിൻ, വല്ലാത്ത ക്രൂരതയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് മനസ്സുള്ളവർക്ക് പറ്റുമെന്നാണ്. എന്തായാലും ഒരു ജീവനാണ്, അതിനെ ടാറിൽ മുക്കുക, കൈകാലുകൾ കെട്ടുക. അപ്പോൾ എത്രത്തോളം ക്രൂര മനസ്സാണെന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കാണുമ്പോഴെങ്കിലും ആ ചെയ്ത മനുഷ്യനൊന്നും വിളിക്കാൻ പറ്റില്ല, അയാളുടെ ഒരു കുറ്റബോധം തോന്നട്ടെ എന്നാണ്. ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? പോലീസിന് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടോ? ദിവിഷ്, ഏതായാലും മനസാക്ഷിയെ നടക്കുന്ന കാഴ്ചകളാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 20-ാം തീയതി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യ സംഭവം ഉണ്ടായത്. വർക്കലയിൽ ആദ്യമായി ഒരു തെരുവുനായയെ അവിടുത്തെ ടാറിൻ്റെ ആ പാട്ടയിൽ മുക്കി, ടാറിൽ മുക്കി ആ സ്ഥലത്ത് ഉപേക്ഷിച്ചു. അതിനുശേഷം ഈ വിദേശ വനിതയായ പോളിന ഈ കാണുന്ന നായയെ കണ്ടെത്തി അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വേണ്ടുന്ന പ്രാഥമികമായ ശുശ്രൂഷകളെല്ലാം നൽകി. അതോടൊപ്പം തന്നെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ഡോക്ടർമാരെയൊക്കെ തന്നെ എത്തിച്ചിരുന്നു. അങ്ങനെ ആ നായ പതിയെ സുഖം പ്രാപിച്ചു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു നായയും ഇത്തരത്തിൽ കാലും കൈയും കെട്ടിയ തരത്തിൽ ടാറിൽ മുക്കി മരത്തിൽ കെട്ടിയിടുകയാണ് ഉണ്ടായത്. അങ്ങനെ നാട്ടുകാർ ഇത്തരത്തിൽ ഈ വിവരം വീണ്ടും ഈ വിദേശ വനിതയും അതോടൊപ്പം തന്നെ പീപ്പിൾ ഫോർ അനിമലിനെയും ഒക്കെ അറിയിക്കുന്നു. അങ്ങനെയാണ് ആ നായയും അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് ആ കാഴ്ച. കാരണം അത്രയധികം ക്രൂരമായി ആ നായക്കുട്ടികളെ 2നെയും മർദ്ദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇതിനോട് ഈ ക്രൂരത കാണിച്ചത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അയിരൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രതികളെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ഇതുവരെ പോലീസിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഒരാൾ അല്ല, സംഘമായി ചേർന്ന് ചിലർ ചെയ്തതാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 സംഭവങ്ങൾക്ക് പിന്നിലും ഒരേ സംഘമാണെന്നും പോലീസിന് ചില സൂചനകളുണ്ട്. പക്ഷേ പ്രതികളെ പിടികൂടാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും 2 നായ്ക്കളും ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു.